ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നെറ്റ് ജനറൽ പേപ്പർ 1 മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും വരുന്ന കുറച്ച് പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്താണ് പെർസെൻറ്റേജിൽ അവർക്ക് കുറേ അധികം ഡൗട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, പെർസെൻറ്റേജ് വരുമ്പോൾ അത് കുറച്ച് ട്രിക്കിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു നമ്പറിന് 50%, 100%, 10% ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് നമ്പേഴ്സ് അതിൻ്റെയൊക്കെ എന്താണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടല്ല, മാത്സിൽ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് കുറേ പേർക്ക് ഇത് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. അതിൻ്റെ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പർ 1 ഏത് നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ ആയിക്കോട്ടെ, നെറ്റിനാണെങ്കിലും നെറ്റ് മാത്രമല്ല ഏത് എക്സാം ആയിക്കോട്ടെ, PSC ആണെങ്കിലും മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ടെങ്കിൽ അതിനകത്ത് പെർസെൻറ്റേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നെറ്റ് ആസ്പിറൻസ് മാത്രമല്ല, നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോയാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഓക്കെ, അറിയാവുന്നവരുടെ കേസല്ല, അറിയാത്തവരുടെ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എന്താണെന്ന് നോക്കാം. സംഭവം നിസ്സാരമാണ്. X% of y is equal to Y% of x. X% of y is equal to Y% of x. ഓക്കെ, അതായത് y എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ X%ഉം X എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ Y%ഉം എന്താണ്? ഈക്വൽ ആണ്, സെയിം ആണ്. നമുക്കതൊരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് 64% of 25? നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത്ര സിമ്പിളായിട്ടായിരിക്കില്ല കേട്ടോ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടി, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാൻ വേണ്ടി മാത്രം ഞാൻ ഒരു ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര എളുപ്പമായിരിക്കില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച് ഇതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വളരെ കൂടുതലായിരിക്കാം, ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഏതൊരു നമ്പർ ആണെങ്കിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അതിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് 64% of 25? 25ന്റെ 64% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A18, B17, C14, D16. വാട്ട് ഈസ് 64% of 25? ഓക്കെ, അപ്പോൾ ആൻസർ ഞാൻ കൊടുത്തിട്ടില്ല. 64, അതായത് 25 എന്ന് പറയുന്ന നമ്പറിന്റെ 64% എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നമ്പറിന്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കാണുന്നത്? 25 64% പറയുമ്പോൾ 25 into 64 divided by 100. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് വന്നാൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി എന്താണ്, X% of y is equal to Y% of x. അതായത് 25ന്റെ 64% ഈസ് ഈക്വൽ ടു 64ന്റെ 25%. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, 64ന്റെ 25%, 25ന്റെ 64% ഒരൊറ്റ ആൻസർ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം? ഇത് കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം, അല്ലേ? അപ്പൊ 25% കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. ഇപ്പൊ 25% എന്ന് പറയുന്നത് ആ ഒരു നമ്പറിന്റെ 1/4 ഭാഗമാണ്. ഓക്കെ, അതായത് 64ന്റെ 1/4 ഭാഗമാണ് 25% എന്ന് പറഞ്ഞത്. 50% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2 ഭാഗം. ഓക്കെ, അപ്പോൾ 64 into 25% എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 1/4. 25, 25, 25, 25, 50, 75, 100 അങ്ങനെയാ പോകുന്നത്. ഓക്കെ, അപ്പൊ 25 എന്ന് പറയുന്നത് 100ന്റെ 1/4 ഭാഗമാണ്. അപ്പൊ 64 into 1/4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എത്രയാണ് ഇവിടെ ആൻസർ? നിങ്ങൾക്ക് പറയാമോ? എത്രയായിരിക്കും? 64ന്റെ 1/4 അല്ലെങ്കിൽ 64 divided by 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. 64 divided by 4 എത്രയാണ്? ആൻസർ 16 ആണ്, അല്ലേ? 64 divided by 4 എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? 25ന്റെ 64% എന്ന് പറയുന്നതും 16 ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ നേരെ ഇത് റിവേഴ്സ് ചെയ്താൽ മതി. 65% of 25 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 25% of 64 കണ്ടുപിടിച്ചാൽ മതി.
ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് 84% ഓഫ് 50? 50ന്റെ 84% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ 45 ബി 42 സി 48 ഡി 40? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നോക്കാം. 50ന്റെ 84%, ഓക്കെ, അതായത് 50ന്റെ 84% എന്ന് പറഞ്ഞാൽ 84/100 ചെയ്താൽ മതി. ഓക്കെ, 50ന്റെ 84% എന്ന് പറയുന്നത് എന്താണ്? x% ഓഫ് y = y% ഓഫ് x. 50ന്റെ 84% എന്ന് പറയുന്നത് എന്താണ്? 84ന്റെ 50% ആണ്. ഓക്കെ, അപ്പൊ ഇതിനെക്കാട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണിത്. 84ന്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്? 50% എന്ന് പറഞ്ഞാൽ 1/2, പകുതി അല്ലേ? അപ്പൊ 84 × 1/2 ചെയ്താൽ മതി, അല്ലെങ്കിൽ 84/2. 84/2 എത്രയാണ്? ഉത്തരം 42. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്? ബി ആണ്. നിങ്ങൾ 50ന്റെ 84% കണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എന്താണ്? 84ന്റെ 50% കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ ട്രിക്കി ആയിട്ടുള്ള കുറച്ച് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ സൗകര്യത്തിനാവുന്ന റിവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാൽക്കുലേഷൻസ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അറിയാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ സമയം, ഓക്കെ, ഒരു 10 സെക്കൻഡ് എങ്കിൽ 10 സെക്കൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെയും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ്റെയും ടിപ്സ് ആൻഡ് ട്രിപ്സ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ 150 ഡേയുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, PYQ സെഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈലി സ്കിൽഡും JRF ഹോൾഡേഴ്സും PhD ഹോൾഡേഴ്സും ആയിട്ടുള്ള ഫാക്കൽറ്റീസും മെന്റേഴ്സും ആണ്. അപ്പൊ ഇവരുടെ ഒക്കെ സഹായത്തോടുകൂടി തന്നെ നമ്മൾക്ക് ഡിസംബറിലേക്കുള്ള JRF തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു 150 ഡേയുടെ ഒരു സ്ട്രാറ്റജി മാത്രം മതി നിങ്ങൾക്ക് അത് എന്താണ് അതൊന്ന് ക്രാക്ക് ചെയ്യാനായിട്ട്. ഇത് വലിയ ബാലികേറാ മലയൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ, പുതിയ ആസ്പിറൻസിനും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പിറൻസിനും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ എത്രയും വേഗം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 150 ഡേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്